നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. കുപ്രസിദ്ധ ഗുണ്ട കോടാലി ശ്രീധരൻ പോലീസ് പിടിയിൽ. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷി ദയാവധത്തിനായി അപേക്ഷ നൽകി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. നാട്ടുകാരും ഡ്രൈവറും ചേർന്ന് തീ അണച്ചു. ഒഴിവായത് വൻ ദുരന്തം. മണലി മടവാക്കരയിൽ ശനിയാഴ്ച രാവിലെ 11ഓടെയായിരുന്നു സംഭവം. പുതുക്കാട്ടെ ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് കത്തിയത്. വാഹനം കത്തുമ്പോൾ 40 സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. സിലിണ്ടർ ഇറക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. ക്യാബിനിലേക്കും തീ പടർന്നു. ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് തീ കെടുത്തി. ഡ്രൈവറുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തുണ്ടായിരുന്നു. തീ നിയന്ത്രണ വിധേയമായപ്പോൾ സിലിണ്ടർ ഇറക്കി വയ്ക്കുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട കോടാലി ശ്രീധരൻ പോലീസ് പിടിയിൽ. നിരവധി കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശ്രീധരൻ പോലീസിനു നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാനും ശ്രമിച്ചു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡാണ് ശ്രീധരനെ പിടികൂടിയത്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ മകൻ അരുണിനെയും പ്രതി ചേർത്തു. കൊലപാതകം, കുഴൽപ്പണക്കടത്ത്, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് കോടാലി ശ്രീധരൻ. അപ്പൊ ഈ കോടാലി ശ്രീധരൻ പറയുന്ന വ്യക്തി നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് 42ഓളം കേസുകൾ, 42 + 5 47ഓളം കേസുകൾ കേരളത്തിനകത്ത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ലൈവായിട്ട് 5 LP വാറന്റുകൾ ഉണ്ട് ഇയാളുടെ പേരിൽ. സോ തൃശൂർ, പാലക്കാട്, മലപ്പുറം ഈ 3 ജില്ലകളിലും, അതായത് തൃശൂർ സിറ്റി, റൂറൽ 4 ജില്ലകളിലും ആളുടെ പേരിൽ LP വാറന്റ് നിലവിലുണ്ട്. ഇത് കൂടാതെ പുള്ളി കർണാടകയില് കേസുകളുണ്ട്, തമിഴ്നാട്ടിൽ കേസുകളുണ്ട്. സോ കേരള പോലീസ് അല്ലാതെ ഇപ്പൊ കർണാടക പോലീസും തമിഴ്നാട് പോലീസും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയാണ്, ഒരു പിടികിട്ട പുള്ളി തന്നെയാണ്. കേരളത്തിൽ മാത്രം ഇയാൾക്ക് 33ലധികം കേസുകളുണ്ട്. 5 ലോങ് പെൻഡിംഗ് വാറന്റുകളും നിലവിലുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോടാലി ശ്രീധരനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. 2010ലാണ് ഇയാൾ അവസാനമായി പോലീസ് പിടിയിലാകുന്നത്. ശേഷം ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയി. 1.5 വർഷം മുൻപ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെ ശ്രീധരനെ പിടികൂടാൻ രൂപീകരിച്ചു. ദേശീയപാതയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ശ്രീധരൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ച പോലീസ് ഇന്ന് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കിറങ്ങിയത്. പാലിയേക്കര മുതൽ പിന്തുടർന്നു. കൊരട്ടയിലെത്തിയപ്പോൾ വണ്ടി തടഞ്ഞു. ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പോലീസുകാർക്ക് നേരെ ചൂണ്ടിയെങ്കിലും കാറിന്റെ ചില്ല് തകർത്ത് കീഴ്പ്പെടുത്തി. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ശ്രീധരന്റെ മകൻ അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷി ദയാവധത്തിനായി അപേക്ഷ നൽകി. മാപ്രാണം കുറുപ്പൻ റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ജനുവരി 30-ന് ദയാവധത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയിരിക്കുന്നത്. ഗതികേടുകൊണ്ടാണ് താൻ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും വരെ മുടങ്ങിയിട്ടും ബാങ്ക് അധികൃതർ തന്നെ പരിഹസിക്കുകയാണെന്നും നവകേരള സദസ്സിലടക്കം ഏറ്റവും അവസാനം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും പൈസ തിരികെ ലഭിക്കാൻ ഉണ്ടായിട്ടില്ലെന്നും ജോഷി പറയുന്നു. അതിൻ്റെ ഗതികേടാണ് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, അസുഖം മൂലം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, നമുക്ക് ജീവിക്കാനായിട്ടോ ചികിത്സിക്കാനായിട്ടോ നമ്മളതിൽ പണമില്ലാണ്ട് വരിക, മക്കളെ പഠിപ്പിക്കാൻ പറ്റാണ്ട് വരിക. ഞാൻ അവർക്ക് പുറത്ത് പോയി പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പൈസ തരേണ്ടതൊന്നും ആവില്ലേ, എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. അപ്പം അത് കുടുംബത്തിൻ്റെ മൊത്തം സ്വത്തും എല്ലാവരുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസും മുഴുവൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അത് ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തരാം, പലിശ തരില്ല, തോന്നുമ്പോൾ തരാം, തോന്നി പോലെ തരാം. ഇവർക്ക് സർക്കാർ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്തുണയില്ല. സർക്കാരാണ് ഒപ്പമില്ലാത്തത്. ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വോട്ടായതിന് ശേഷം ഇതുവരെ ഒറ്റ വോട്ട് പോലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ തൊട്ടും പിന്നിലേക്കും ചെക്ക് ചെയ്യണ്ടെങ്കിൽ ചെക്ക് ചെയ്യൂ. അരിവാളിലല്ലാണ്ട് കൈ പൊതിഞ്ഞുണ്ടാവില്ല. മനസ്സിപ്പോഴും അതൊന്നും തന്നെയാണ്, അതൊന്നും മാറൊന്നുമില്ല. പക്ഷെ ഇത് അംഗീകരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം കിട്ടുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 2 തവണ ട്യൂമർ ഉൾപ്പെടെ 21 ശസ്ത്രക്രിയകൾ അടക്കമുള്ള ദീർഘമായ ചികിത്സകൾ അനുഭവിച്ചയാളാണ് ജോഷി. 7.5 വർഷം ഊന്നുവടികളിലായിരിക്കുമ്പോൾ തുടങ്ങി രാപ്പകൽ അധ്വാനിച്ച ജോഷിയുടെയും കുടുംബത്തിന്റെയും മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത്. കരുവന്നൂർ ബാങ്കും അതിന്റെ ജീവനക്കാരും കേരളത്തിന്റെ ഭരണ സംവിധാനവും കൂടി തകർത്തത് ജോഷിയുടെ ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്.
ഇതുപോലെ ഒട്ടനവധി മനുഷ്യരാണ് ഇത്തരം സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിട്ടുള്ളത്. ബാങ്കിനോട് നിക്ഷേപങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ പണമെല്ലാം അതാത് SBI അക്കൗണ്ടിലേക്ക് മാറ്റി RTGS ട്രാൻസ്ഫർ ചെയ്തു. 5 മാസത്തിലേറെയായിട്ടും ഷെഡ്യൂൾഡ് ബാങ്കിലെ ജോഷിയുടെയും കുടുംബത്തിന്റെയും അക്കൗണ്ടുകളിൽ പണമെത്തിയില്ല. അക്കാലമത്രയും 1 രൂപ പോലും പലിശയും തരില്ലത്രേ. തുടർന്ന് 4 മാസം SB പലിശയാണ് പാസ്ബുക്കിൽ ഇപ്പോൾ പതിക്കുന്നത്. അങ്ങനെ ഇതുവരെയായി 2.5 വർഷം കൊണ്ട് 12 ലക്ഷത്തോളം രൂപ വീണ്ടും തട്ടിയെടുത്തു കഴിഞ്ഞു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി 5 തവണ കരുവന്നൂർ ബാങ്കിലും തൃശൂർ കലക്ടർക്കും നവകേരള സദസ്സിലും പരാതി കൊടുത്തുവെങ്കിലും നടപടിയൊന്നുമില്ല. ഹൈക്കോടതിയിൽ കേസ് നടത്തി 1.5 വർഷമായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലും എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് കോടതി കാര്യങ്ങൾ അന്വേഷിക്കാനും ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാൽ ജോഷി ആ കേസ് പിൻവലിച്ചു. വൈകിയെത്തുന്ന നീതി ഒരു നീതി നിഷേധമാണ് എന്ന കോടതി ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ തന്നെ തനിക്കുണ്ടായത് ഒരു നീതി നിഷേധമാണ് എന്ന് താൻ വിശ്വസിക്കുന്നു. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടണമെങ്കിൽ എളുപ്പമല്ല. സഹകരണ നിയമത്തിലെ നിലവിലെ നടപടിക്രമങ്ങൾ വളരെ കാലവിളംബമുണ്ടാക്കുന്നതാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപമുള്ള സഹകരണ സംഘങ്ങളിലെ പണം ആരൊക്കെയോ ചേർന്ന് കവരുന്നത് പതിവായിരിക്കുന്നു. സംരക്ഷിക്കേണ്ട വകുപ്പും രാഷ്ട്രീയക്കാരും തന്നെയാണ് മിക്കപ്പോഴും ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നും ജോഷി ആരോപിക്കുന്നു. നീതി നിഷേധവും ഭീഷണിയും പുലഭ്യവും മൂലം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. കടുത്ത വേദനകൾ അറിയാത്ത വിധം ശരീരം മാറിയിരിക്കുന്നു. ഇത്തരം അവസ്ഥയിൽ മരണമില്ലാതെ മറ്റൊരു വഴിയും തന്റെ മുന്നിലില്ലാത്തതിനാൽ ആണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും ജോഷി പറയുന്നു. ഇനിയും ബാങ്ക് അധികാരികളുടെയും സർക്കാരിന്റെ മുന്നിൽ യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാലും മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാലും തന്റെ ജീവിതം കോടതി അറിവോടെ ജനുവരി 30 അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നതെന്നും ആയതിനാൽ ദയാവധത്തിനുള്ള അനുമതി നൽകണമെന്നുമാണ് ജോഷി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയുടെ ആമുഖം ഇനി മുതൽ പാഠപുസ്തകങ്ങളിലേക്ക്. പാഠപുസ്തകങ്ങളിലൂടെ ഭരണഘടനയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന വലപ്പാട് GDM LP സ്കൂളിന്റെ ആശയത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം കൈവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി വലപ്പാട് GDM LP എന്ന വിദ്യാലയം ഭരണഘടനയുടെ ആമുഖത്തിനായി തുടങ്ങിവെച്ച നിശബ്ദ വിപ്ലവമാണ് ചരിത്രമാകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഏറെക്കാലമായി വലപ്പാട് GDM LP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ഭരണഘടന പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകൾ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല 2021 ഭരണഘടനാ പരിചയത്തിന് വേണ്ടി സംസ്ഥാനത്താദ്യമായിട്ട് ഭരണഘടനാ ചുമരൊരുക്കി മാതൃകയായ വിദ്യാലയമാണ് GDM LP സ്കൂൾ. അതുമാത്രമല്ല ഈ ഭരണഘടനാ ചുമർ എന്ന് പറയുന്ന ആശയം സംസ്ഥാനത്ത് പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും GDM സ്കൂളിനെ മാതൃകയാക്കി വ്യാപിക്കുകയുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതയുടെ ഭാഗമായിട്ട് ഈ ഭരണഘടനാ ചുമർ മാതൃകയാക്കി അവർ മുന്നോട്ട് പോയിരുന്നു. അതുപോലെ തന്നെ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനാ ചുമര് ഒരുക്കുകയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വലപ്പാട് GDM LP സ്കൂളിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു നേട്ടമാണ്. മാത്രമല്ല ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പ്രദേശത്തെ അംഗൻവാടികളിലേക്ക് ഭരണഘടനാ മാർച്ച് നടത്തിക്കൊണ്ട് എല്ലാ അംഗനവാടികളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട MLA മുമ്പാകെ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിയോജകമണ്ഡലത്തിലെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായിട്ട് MLAമാർക്ക് ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ പാഠപുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമാണ്. അത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 2021 ഭരണഘടനാ പരിചയത്തിനായി ഭരണഘടനാ ആമുഖവും ഭരണഘടനയുടെ പ്രസക്ത ഭാഗങ്ങളും ചിത്രീകരിച്ചുള്ള ഭരണഘടനാ ചുമർ സൃഷ്ടിച്ചായിരുന്നു ഇതിനായി തുടക്കമിട്ടത്. വിദ്യാലയ ചുമരിൽ ഭരണഘടനയുടെ ആമുഖം സ്ഥാപിച്ചത് ഭരണഘടനാ പ്രചാരണത്തിന് ആക്കം കൂട്ടിയെന്നതാണ് വാസ്തവം. സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും വലപ്പാട് GDM LP സ്കൂളിന് സമാനമായ മാതൃക പിന്തുടർന്നു. ഇതിനിടെ ഭരണഘടന പാഠ്യവിഷയമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതാനും വലപ്പാട് GDM LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മടിച്ചില്ല. അതുകൊണ്ടും പിന്മാറാതെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിന് സമീപത്തെ അംഗൻവാടികളിലേക്കും വായനശാലകളിലേക്കും ഭരണഘടന ആമുഖമെന്ന ആശയം ഉയർത്തിയുള്ള ഭരണഘടനാ സന്ദേശ മാർച്ചിനും തയ്യാറായി. ഇതോടെ ഇവിടെയുള്ള അംഗൻവാടികളിൽ ഭരണഘടനയുടെ ആമുഖം ഇടം പിടിച്ചു.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനം പരിഗണിക്കപ്പെട്ടതോടെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിക്കപ്പെട്ടു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം പദ്ധതിയിലൂടെ എല്ലാ വിദ്യാലയങ്ങളിലും വലപ്പാട് GDM LP സ്കൂൾ മാതൃക ഭരണഘടനാ ചുമർ മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹൻ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായ കൊല്ലം ജില്ലയിലും GDM സ്കൂൾ ഭരണഘടനാ ചുമർ മാതൃകയാക്കിയതും മറ്റൊരു ചരിത്രമായി. ഭരണഘടനാ പരിചയത്തിനായി കൈപ്പുസ്തകം തയ്യാറാക്കാനും GDM സ്കൂളിനായി. ഗാന്ധിജി അടക്കം രാജ്യം കണ്ട മഹത് വ്യക്തികളുടെ ജീവസുറ്റ ചിത്രങ്ങളും ഭരണഘടനാ ആമുഖവും അലങ്കാരമാക്കിയ GDM സ്കൂളിനുള്ള ഉയർന്ന അംഗീകാരമാണ് ഭരണഘടനാ ആമുഖം പുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ അമ്പതിരുന്നാളിന് കൊടിയേറി. ചെല്ലൂർ പള്ളി വികാരി ഫാദർ ജോഷി പാലിയക്കര കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി, കൺവീനർ ഐവിൻ വർഗീസ് പുളിക്കൻ, കൈക്കാരന്മാരായ മണി കുരുതുകുളം, ആന്റണി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ കൊടി ആകാശത്തേക്ക് നമ്മുടെ കൊടിമരത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ ഈ നാട്ടിലുള്ളവരെല്ലാവരും പറയും നമ്മുടെ തിരുനാൾ ആരംഭിച്ചിരിക്കുന്നു, തിരുനാളിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും പറയും. എല്ലാവരും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കാനും അതുപോലെ രോഗവ്യാധികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാനായിട്ടുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഈ കൊടിമരം കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും അതുപോലെ നമ്മുടെ ശരീരവും നമ്മുടെ ജീവിത ശൈലികളും രോഗവിമുക്തമായിട്ട് കാത്തുസൂക്ഷിക്കാനും വിശുദ്ധമായിട്ട് കാത്തുസൂക്ഷിക്കാനും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് രാത്രി അമ്പെഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ കിരൺ തട്ടല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നിമേഷ് കാട്ടാശ്ശേരി സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പെരിഞ്ഞനം കൊച്ചംകുളം ടാഗോർ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. E.T. ടൈസൺ MLA വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടാഗോർ വായനശാലയ്ക്ക് പുതിയ കെട്ടിടം പണിയുന്നത്. E.T. ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം മണ്ഡലത്തിൽ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു സാംസ്കാരിക സ്ഥാപനങ്ങൾക്കുള്ള ഒന്നിലേത് നവീകരിക്കാൻ അല്ലെങ്കിൽ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ എന്ന സ്ഥിതിയിലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു 9-10 ലൈബ്രറിക്ക് ഇപ്പോൾ നമ്മൾ സംഖ്യ കൊടുത്തു കഴിഞ്ഞു. അവിടുന്ന് അഴീക്കോട് തുടങ്ങി നമ്മുടെ എടത്തിരുത്തി വരെയുള്ള ഭാഗങ്ങൾ നമ്മുടെ സർദാർ വായനശാലയ്ക്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് എടത്തിരുത്തിയിൽ. അതുപോലെ തന്നെ EVG സ്മാരകത്തിന് കൊടുത്തു. പിന്നെ നമ്മുടെ സർഗ വായനശാലയ്ക്ക് നമ്മൾ എസ്എംപുരത്ത് കൊടുത്തു. തൊട്ടുപുറം കലാസൃഷ്ടി എന്ന് പറയുന്നത്, നാണൻ മെമ്മോറിയൽ എന്ന് പറയുന്നത്, EVG കുറേ എണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട് എല്ലാ കൊല്ലം. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ളൊരു കാര്യം, ഒരു സാംസ്കാരിക രംഗത്തൊരു നല്ല ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് രൂപപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വലിയ വായിൽ വർത്തമാനം പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ്. എല്ലാം സമഗ്രമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വികസനം നാട്ടിലുണ്ടാകണം എന്നൊരു വിദ്യാഭ്യാസപരമായിട്ട് കലാപരമായി വേറെ ഏതൊക്കെ രംഗമുണ്ടോ അതൊക്കെ ഉണ്ടാകണമെന്ന് പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള ഒരു നല്ല ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സംഖ്യയിൽ ഏറ്റവും കൂടുതൽ സംഖ്യ സാധാരണ ഒരു 15-16 വരെയൊക്കെ മാക്സിമം ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു സംഘത്തിന് 20 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് നമ്മുടെ ടാഗോറാണ്. അത് 20 ലക്ഷം കൂടുതൽ കൊടുത്തു എന്നുള്ളത് പറയാനല്ല, ഇനിയുള്ള കാര്യം സൂചിപ്പിക്കാനാണ്. അപ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി ബാക്കിയുള്ളത് കണ്ടെത്തേണ്ടത് തീർച്ചയായും ഇതിൻ്റെ ഗൗരവപ്പെട്ട കമ്മിറ്റിക്കാരാണ്. നന്നായി കണ്ടെത്തുമ്പോൾ അതിനുള്ള ശേഷിയുമുണ്ട്. നല്ലോണം അങ്ങനെ വരണം. നമുക്ക് ഏതെങ്കിലും ഒരു ഫണ്ട് വന്ന് ചെയ്യാമെന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാട്ടുകാരെല്ലാവരും കൂടണം. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. കോസ്റ്റ് ഫോർഡ് പ്രൊജക്ട് ഡയറക്ടർ PB സരിത പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA കരീം, RK ബേബി, വായനശാല പ്രസിഡന്റ് CC ബാബുരാജ്, സെക്രട്ടറി NS സന്തോഷ്, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ P രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്രൈസ്തവ ദേവാലയമായ കുന്നംകുളം ആർത്താട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം.
ഭണ്ഡാരം തകർക്കുകയും ഓഫീസ് മുറിയുടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് പണം കവരുകയും ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. മോഷണത്തിനായി മോഷ്ടാവ് കൊണ്ടുവന്നതെന്ന് കരുതുന്ന മരക്കഷ്ണങ്ങൾ ഓഫീസ് മുറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. രാവിലെ 5 മണിയോടെയാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പള്ളിയിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഓഫീസ് മുറിയിലും ഭണ്ഡാരത്തിലുമായി സൂക്ഷിച്ച 1700 രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് പള്ളി ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. പള്ളിയുടെ സമീപത്ത് ഓടുപുരയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഓഫീസിൽ പണം സൂക്ഷിക്കാറുണ്ട്. ഈ പണം നഷ്ടപ്പെട്ടിട്ടില്ല. പള്ളിയുടെ പുറത്ത് ഭണ്ഡാരത്തിൽ സൂക്ഷിച്ച പണവും ഓഫീസ് മുറിയിലെ വലിപ്പിൽ സൂക്ഷിച്ച പണവുമാണ് നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ പള്ളി ഭരണസമിതി ഭാരവാഹികൾ കുന്നംകുളം പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ്, സിവിൽ പോലീസ് ഓഫീസർ രാംഗോപാൽ, വിരലടയാള വിദഗ്ധരായ ബാലകൃഷ്ണൻ, രാംദാസ്, സനീഷ്, അനൂപ്, ഭാഗ്യനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം മലയാറ്റിൽ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, മുത്തപ്പന്മാർക്ക് കളമെഴുത്തും പാട്ടും, നാഗപൂജ, കളത്തിൽ നൃത്തം, വീരഭദ്രസ്വാമിക്ക് കളം, നാഗക്കളം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും പാട്ടും, കാഴ്ചശിവേലി, നടക്കൽ പറയെടുപ്പ്, എഴുന്നള്ളിപ്പ്, ദീപാരാധന, തായമ്പക, ദേവിക്ക് കളം തുടങ്ങിയവ നടന്നു. മതിലകം പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സോളാർ കമ്പനിയായ വാരിയുടെ ഫ്രാഞ്ചൈസി ഷോറൂം പാലക്കാട് വടക്കംചേരി തേനൊടുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ ബാങ്കിംഗ് രംഗത്തെ സംസ്ഥാനത്തെ ശക്തമായ സാന്നിധ്യമായ തൃശൂർ ജില്ലയിലെ പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പാരമ്പര്യേതര അക്ഷയ ഊർജ്ജ രംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായി അനുബന്ധ സ്ഥാപനമായ പാപ്സ്കോ എനർജിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് രാജ്യത്തെ നമ്പർ 1 സോളാർ കമ്പനിയായ വാരിയുടെ ഫ്രാഞ്ചൈസി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. വാരി സോളാർ പാനലുകൾ, ഇൻവെർട്ടറുകൾ തുടങ്ങി സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നു. സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു 2000 ഉള്ള ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ആളുകൾക്ക് ഇത് വച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 1000 രൂപയെങ്കിലും മിച്ചം കിട്ടും. കൃഷിയിലേക്കാണെങ്കിൽ കുസുമം പദ്ധതിയിൽ 60% സബ്സിഡി ഉണ്ട്. ആ 60% സബ്സിഡി കഴിഞ്ഞാൽ ഒരു 5 ഏക്കർ ഉണ്ടെങ്കിൽ ഒരു 1500 രൂപ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ 8 മാസം കഴിയുമ്പോൾ ഞാൻ അവിടെ കണക്ക് നോക്കിയപ്പോൾ 14,000 രൂപ 13,000 രൂപ കൃഷിക്കാരന് മുന്നോട്ട് കിട്ടുന്ന രീതിയിലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഗുണമുള്ളത്, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നബാർഡ് എന്നൊരു സ്കീമിൽ നമുക്ക് അനർത്ഥനൊരു സഹായം കിട്ടിയിട്ടുണ്ട്. നബാർഡ് നിങ്ങൾ കൃഷിക്കാരനാണെങ്കിൽ ഒരു രൂപ പോലും അവർ മുടക്കണ്ട. സോളാർ വെച്ചാൽ അതിൽ മിച്ചം കിട്ടുന്നത് ഉണ്ടെങ്കിൽ 40% വിഹിതം അടച്ചു കൊടുത്താൽ മതി. 2 കൊല്ലം കൊണ്ട് അത് തീർപ്പും ചെയ്യും. 1 രൂപ ചിലവാക്കേണ്ട. ആ രീതിയിലുള്ളൊരു സ്കീം കൂടി ഉണ്ട്. ഇപ്പം 315 പമ്പുകൾ എടുത്തിട്ടുണ്ട്. 5 ലക്ഷം പമ്പുകളാണ് നമുക്കുള്ളത്. ഒരു 2 ലക്ഷം പമ്പുകളെങ്കിലും ഉടൻ തന്നെ ചെയ്യാനുള്ള ഒരു ഏർപ്പാട് ചെയ്യുന്നുണ്ട്. 5 ഏക്കർ താഴെയുള്ളവർക്ക് ഇലക്ട്രിസിറ്റി ചാർജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ചാർജ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിർബന്ധമായും എല്ലാ സബ്സിഡിയും ബാങ്കിൽ കൂടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക, അല്ലാണ്ട് മറ്റേ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതിൽ കൂടി വന്നതുകൊണ്ട് ഈ 24-ാം തീയതി അതിനെക്കുറിച്ചുള്ള ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. കൃഷിമന്ത്രി ഞാൻ കൂടി വിളിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ പമ്പ് സ്റ്റോറേജ് ഒക്കെ അതിൻ്റെ കൂടെ പ്രിസിഷൻ ഫാമിംഗ് കൂടി ചെയ്താൽ ഈൽഡ് നമുക്കൊരു 6 ഇരട്ടിയെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും. തരൂർ MLA PP സുമോദ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മൊബൈൽ റീചാർജ് മുതൽ നമ്മുടെ വസ്ത്രം ഇസ്തിരി മുതൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വൈദ്യുതിയുടെ സ്വാധീനം ഏറ്റവും പ്രകടമാണ്. അപ്പം അതുകൊണ്ട് പുതിയ കാലം ഈ മേഖലക്കകത്ത് എങ്ങനെ പരിവർത്തനങ്ങൾ, എങ്ങനെ ഈ മേഖലക്കകത്ത് പുതിയ ചുവടുവെപ്പുകൾ കൊണ്ടുവരാം എന്ന് പൊതുവിൽ ലോകമാകെ, രാജ്യമാകെ, കേരളമാകെ
ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കുന്ന കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സോളാർ എന്ന പുതിയ സൗരോർജ്ജ മേഖല ഇതിൻ്റെ പുതിയ സാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം ചെലവ് കുറഞ്ഞതും അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതും അതോടൊപ്പം തന്നെ ഉപഭോക്താവിന് സാമ്പത്തികമായ ആദായം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായ ഒരു പുതിയ സാധ്യത എന്ന രൂപത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ പൊതുവിൽ KSEB തന്നെ മുൻകൈയെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാരി എനർജി റീജിയണൽ മാനേജർ സന്ദീപ് മോറെ മുഖ്യാതിഥിയായി. Waaree is the biggest solar manufacturing company in India with the 12 gigawatt capacity. Second biggest company in India in manufacturing is Adani, which is 4 gigawatt company. So you can understand the gap, how big Waaree is. And if you see worldwide Waaree is the 4th biggest company out of China. If we remove China, worldwide we are the biggest company. So this is the size of Waaree. Waaree is known in the market for the quality. If you go to market, you will ask for the Waaree panel. Waaree panel will be 50% costlier than the all companies. It's all because of the quality of the cells, quality of the borosilicate glass we put with the doping, back seat and EV seat. Because of that, our power generation is very high. IRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PV ദിവാകരൻ ആദ്യ വിൽപ്പന PP സുമോദ് MLAയിൽ നിന്നും സ്വീകരിച്ചു. പാപ്സ്കോ എനർജി CEO RA മുരുകേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നമ്മൾ കുറച്ച് സ്ത്രീകൾക്ക് LED അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി LED രംഗത്ത് നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള വിദഗ്ധ പരിശീലനം കൊടുക്കുകയും തുടർന്ന് ഇത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് നമ്മൾ LED-യുടെ ഒരു അസംബ്ലിംഗ് യൂണിറ്റ് നല്ല രീതിയിലുള്ള അത് നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട്, പിന്നെ നല്ല ഗുണമേന്മ സർട്ടിഫിക്കേഷനുണ്ട്, ISO ഉണ്ട്, BIS ഉണ്ട്, പിന്നെ ട്രേഡ് മാർക്ക് ഉണ്ട്, പാപ്സ്കോ LED സൊല്യൂഷൻസ് എന്ന പേരിലുള്ള രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉണ്ട്. ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, വടക്കംചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, വാസുദേവൻ തെന്നാലിപുരം, ഇല്യാസ് പടിഞ്ഞാറേക്കുളം, ഭവദാസൻ, K നാരായണൻ, ബിന്ദു മോഹൻലാൽ, ബാങ്ക് സെക്രട്ടറി TB ജിനി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 20 വർഷത്തെ മികച്ച ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെച്ചതിന് രാജ്യം 1 ലക്ഷത്തിലധികം പ്രാഥമിക സംഘങ്ങളിൽ നിന്നും സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ ബാങ്കാണ്. 2022 ആഗസ്റ്റ് 12 ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ അവർ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് മഹത്തായ ദേശീയ പുരസ്കാരം നമ്മൾക്ക് സമ്മാനിക്കുകയുണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. കുപ്രസിദ്ധ ഗുണ്ട കോടാലി ശ്രീധരൻ പോലീസ് പിടിയിൽ. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷി ദയാവധത്തിനായി അപേക്ഷ നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.